ഭാഗ്യരാജനും പൂർണിമയ്ക്കും രണ്ടു മക്കളാണ്. അതിൽ ശാന്തനുവിനെ മലയാളികൾക്കും വളരെയധികം സുപരിചിതമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ആശുപത്രിയിൽ കൊണ്ടുപോയതും ഭാഗ്യരാജനോടൊപ്പം എല്ലാ സമയവും കൂടെ ഉണ്ടായിരുന്നതും ശാന്തനു തന്നെയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ 39 വയസ്സുകാരൻ അച്ഛൻ്റെ നിഴലായി സഞ്ചരിച്ചൊരു വ്യക്തിയാണ്. മലയാളത്തിലും തമിഴിലും ഒക്കെ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള താരം കൂടിയാണ് അദ്ദേഹം. നിരവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരലിലെണ്ണാവുന്ന കഥാപാത്രങ്ങളൊന്നുമല്ല. ശ്രദ്ധേയമായ യുവതലമുറയുടെ കൂടെ സപ്പോർട്ടിംഗ് ആക്ടറായും ഒരുപാട് താരത്തിന് വളരെയധികം തന്നെ രക്ഷപ്പെടാനും സാധിച്ചിട്ടുണ്ട്. മലയാള ചിത്രങ്ങളിലും ചിലതിലൊക്കെ താരം അഭിനയിച്ചിട്ടുണ്ട്. ഇതിലൂടെ തന്നെ ശാന്തനു മലയാളികൾക്കും പ്രിയങ്കരനാണ്. അച്ഛന് വേദന എടുക്കുന്നുവെന്ന് അച്ഛൻ എന്നോടാണ് വന്ന് പറഞ്ഞത്. എനിക്ക് ആശുപത്രിയിൽ പോകണമെന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. എന്നാൽ അദ്ദേഹം തളർന്നിരിക്കുന്നത് കണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് കരുതി. ആദ്യം നടന്നു വന്നതിന് ശേഷം ഭക്ഷണം കഴിച്ചു. എന്നിട്ടും അതൊന്നും മാറുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഹൃദയാഘാതമായിരിക്കുമോ എന്നുപോലെ സംശയം പോലും ഇല്ലാതെ ആശുപത്രിയിലേക്ക് പോയത്. ചെറിയ ഗ്യാസിൻ്റെ എന്തെങ്കിലും ആയിരിക്കുമെന്നാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്നത്. മനസ്സിൻ്റെ ഒരറ്റത്ത് പോലും അതിനെക്കുറിച്ചൊരു ചിന്ത പോകുന്നുണ്ടായിരുന്നില്ല. അവിടെ ചെന്നപ്പോഴാണ് കാര്യമാകെ വഷളാണെന്ന് മനസ്സിലായത്. അറ്റാക്കാണ് വന്നതെന്ന്. എന്നാൽ അച്ഛൻ വേദന പോലും അധികം അറിഞ്ഞിരുന്നില്ല. ഉടനെ തന്നെ അടുത്ത അറ്റാക്ക് വരാനുള്ള സാധ്യത ഉണ്ടാകുമെന്ന് അവർ പറഞ്ഞു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൃത്യസമയത്ത് തന്നെയാണ് ഞങ്ങൾ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അച്ഛന് അവസാനം ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൂടെ കയറി. എൻ്റെ കൈകൾ ഇറുക്കി പിടിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം അന്തരിച്ചു. ഇതാണ് ശാന്തനുവിൻ്റെ അനുഭവം. അദ്ദേഹം ഒപ്പം തന്നെ ആശുപത്രിയിൽ നിന്നു. അച്ഛനോടൊപ്പം സിനിമാ സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക് പോയിട്ടുള്ളത് കൊണ്ട് തന്നെ 1998 അച്ഛൻ്റെ സിനിമയിലൂടെ തന്നെ അരങ്ങേറ്റം കുറിച്ചത് കൊണ്ട് തന്നെ അച്ഛൻ്റെ നിഴലായി നിന്ന മകനെന്ന് എല്ലാവരും പറയാറുണ്ട്. അതിലൊന്നും എനിക്കൊരു തെറ്റും തോന്നിയിട്ടില്ല. അതിലൊന്നും കുഴപ്പവുമില്ല. എൻ്റെ അച്ഛൻ്റെ നിഴലല്ലേ, അതിലെന്താണ് പ്രശ്നം? അതുപോലെ തന്നെ ശരണ്യ ഭാഗ്യരാജ് എന്ന ഭാഗ്യരാജിൻ്റെ മകൾ അദ്ദേഹത്തോടൊപ്പം തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായി പാരിജാതം എന്ന സിനിമയിലും എടുത്തിട്ടുണ്ടായിരുന്നു. ശാന്തനു വളരെയധികം സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ വന്ന വ്യക്തിയാണ്. 2009 2017 തൊട്ടും വളരെയധികം തന്നെ സകുടുംബത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. 2020 തൊട്ട് തന്നെ മെയിൻ റോൾ എടുക്കാൻ തുടങ്ങി. മണിരത്നം സിനിമയായിട്ടുള്ള വാനം കൊട്ടട്ടും എന്ന സിനിമയിലാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കഥാപാത്രത്തിലൂടെ മെയിൻ റോളിലേക്ക് എത്തിയെന്ന് പറയാം. നിരവധി സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പ്രേക്ഷകരെ പ്രീതി പിടിച്ചു പറ്റിയ ചില സിനിമകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുകൂടി പറയണം. ടെലിവിഷനിലും സിംഗറായും അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമുകളിലും വെബ് സീരീസുകളിലുമൊക്കെ അദ്ദേഹത്തിൻ്റെതായ ഒരു കഴിവ് തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിട്ടുള്ളൂ എന്ന് വളരെയധികം തന്നെ സോഷ്യൽ മീഡിയയിൽ എടുത്തു പറയാനും സാധിക്കുന്നുണ്ട്. ചൈൽഡ് ആർട്ടിസ്റ്റായ അച്ഛൻ്റെ കൂടെ തന്നെ തുടങ്ങിയ ഒരു സംരംഭമാണ്. അതുകൊണ്ട് തന്നെ ശാന്തനുവിനെല്ലാം അച്ഛൻ തന്നെയായിരുന്നു. ഇപ്പോൾ ഈ അച്ഛൻ്റെ മരണം കൂടി ശാന്തനുവിനെ ആകെ വലറ്റിയിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് എന്നുകൂടി സോഷ്യൽ മീഡിയയിൽ എടുത്തു പറയുന്നത് പോലെ തീർച്ചയായും പറയാൻ സാധിക്കുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.